വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇച്ചായൻ മുംബൈക്ക് പോകുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ എടുത്തതായിരുന്നു. തലേന്ന് നൈറ്റ് ഞങ്ങളൊരു മറൈൻ എക്സ്പോയ്ക്ക് പോയായിരുന്നു നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ. ഞാൻ ഇതുവരെ ഒരു മറൈൻ എക്സ്പോയിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ നെയ്ബർ അമ്മു ഇതുപോലെ ഈ സെയിം എക്സ്പോയ്ക്ക് പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി നല്ലതാണ്, അടിപൊളിയാണ്, പോയി കാണണമെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളെന്തായാലും ബീച്ചിൽ പോകുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അതുകൂടി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി കഴിഞ്ഞ് നോക്കിയപ്പോൾ വാവയുടെ ഒരു ഷൂ കാണുന്നില്ല. അങ്ങനെ അത് നോക്കിയിട്ട് ഇച്ചായൻ തിരിച്ചു പോയി. പിന്നെ ഞാനും പുറകെ പോയി. അങ്ങനെ ഷൂ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. കുറേ ഫ്ലവേഴ്സൊക്കെ കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൽക്കം എൻട്രി കഴിഞ്ഞ് നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ കാണുന്നത് കാശ്മീരിലെ പോലെ കുറേ സ്നോയുടെ ഒരു ക്ലൈമറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും, പിന്നെ അവിടെ ആയിട്ട് തന്നെ കുറച്ച് സ്പേസിൽ അവിടുത്തെ ഫ്ലവേഴ്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. മമ്മിയും പപ്പിയും ചേച്ചിയൊക്കെ കാശ്മീർ പോയപ്പോൾ അധികം സീനില്ലായിരുന്നു, കാരണം ഒരു ഒക്ടോബർ പോയതുകൊണ്ട് തന്നെ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ നല്ല ഡേഞ്ചർ സിറ്റുവേഷനാണ്. അപ്പം മമ്മി പറയുമായിരുന്നു ഇത് കണ്ടപ്പോൾ അവിടുത്തെ ഓർമ്മകളാണ് വരുന്നതെന്ന്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്, കുഞ്ഞു കുഞ്ഞു വീടും നല്ല രസമുണ്ട്. ഇതായിരുന്നു മമ്മിക്ക് അന്ന് കണ്ടേ വന്നപ്പോ? ആ, ഇത് എക്സ്പോ ആണല്ലേ? മറൈൻ എക്സ്പോ. ഇതുപോലൊക്കെ തന്നെയാണോ അത്? ഇത് ആപ്പിൾ മരം. ആപ്പിൾ മരം കടലാസ് എല്ലാം തോന്നുന്നു. ഇതൊക്കെ മറ്റേ വീട്ടിൽ വെക്കുന്ന സാധനം കുറെ വാങ്ങിച്ചു വെച്ചിരിക്കുക. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. നല്ല ഭംഗിയുണ്ട് ഗൈസ് ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് കാണാൻ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ സെയിം എക്സ്പോ വന്നിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ മിക്കപ്പോഴും ഇതുപോലെ എക്സ്പോ അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആ ടൈമെന്ന് പറയുമ്പോൾ കൂടുതലും അക്വേറിയത്തിൻ്റെ സെക്ഷനും ഫുഡ് കോർട്ടും ഷോപ്പിംഗ് ചെറിയ ചെറിയ ഷോപ്സൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അക്വേറിയം തന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫിറോസിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന, അതായത് ഗ്രില്ല് ചെയ്യുന്ന ഫിഷൊക്കെ ഇവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു. ആ കാണുന്ന വലിയ ഫിഷ് ഞാൻ M4Techന്റെ ചാനലിൽ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല എക്സൈറ്റഡ് ആയിരുന്നു, കാരണം നമ്മൾ ലൈഫിൽ കാണാത്ത ഒരുപാട് ഫിഷും. ഷാർക്ക് തന്നെ ബ്ലാക്ക് ഷാർക്കുണ്ട്, വൈറ്റ് ഷാർക്കുണ്ട്, ഗോൾഡൻ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞ് നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചാനൊക്കെ എന്ന് പറയുമ്പോൾ ഇത് ഷിപ്പിലായതുകൊണ്ട് എപ്പോഴും കാണുന്നതല്ലേ. ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയ ഗൈസ്. കുഞ്ഞു ആദ്യം കണ്ടപ്പോൾ ഇത് ശരിക്കും പേടിച്ചു. പിന്നെയാണ് പതുക്കെ പതുക്കെ അടുത്ത് നിന്ന് കാണാൻ തുടങ്ങിയത്. ഈ ഒരു അക്വേറിയത്തിലാണ് ഗൈസ് ഞാൻ കൂടുതലും ഫിഷ് കണ്ടത്. വലിപ്പം അനുസരിച്ച് അതിൻ്റെ എണ്ണത്തിലും മാറ്റമുണ്ട്. പിന്നെ വലിയ ഫിഷസൊക്കെ ആണെങ്കിൽ 1-2 ഉള്ളൂ. പിന്നെ റെയറൊക്കെ ആണെങ്കിൽ 1-2 ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു 8:30 കഴിഞ്ഞാൽ പോയെന്ന് തോന്നുന്നു. എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല ഭംഗിയായിരുന്നു പ്ലേസ് കാണാൻ. അത് ഞാനാ പോകുന്നു. കണ്ടോ വീട്. ഇതിൻ്റെ പേരാണ് തോന്നാൻ. ഇത് പക്ഷെ ചെറുതാണ്. സംഭവം എന്തായാലും കൊള്ളാം. തലയെടുക്കില്ല. കുഞ്ഞിനെ നടത്തിക്കോ. ഹായ് ഫിഷ്. ഹായ്. ഗപ്പിയാണോ ഇത്? ഇതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തോട്ട് കയറാല്ലേ?
വലിയ മീനിന്റെ വല്ലതും ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ ഏതാ? ആ ആ ആ ആ കൊറേ ഉണ്ടല്ലേ. ചേച്ചി ഇവിടെ നിർത്താവളെ, ഇവിടെ നിർത്ത് ചേച്ചി, ഇവിടെ നിർത്താവളെ. ഞങ്ങളെ മൂന്ന് എടുക്കല്ലോ. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇവിടെ നിൽക്കുമോ നോക്കി. കുഞ്ഞുവിന് ആദ്യം നല്ല പേടിയായിരുന്നു ഉള്ളില്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഫിഷാണ്. ഇത് കണ്ടപ്പോൾ അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും ആദ്യം അവിടെ പതുക്കെ പോയി നിന്നിട്ട് അവളെ നിർത്തി. പിന്നെ നൈസായിട്ട് ഞാൻ വലിഞ്ഞു. നടക്കാൻ പറ്റിയ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കല്ലെ കൊണ്ടിട്ട് വെച്ചാൽ നല്ല വലിയ ചെതുമ്പലുള്ള മീൻ. ഇതൊക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന ഫിഷാണ്. ഫിറോസില് കാണുന്നുണ്ട്. ഫിറോസില് കണ്ട് ഒരു 5 കിലോ മേടിച്ചോണ്ട് പോയി കറി വെക്കാൻ. അപ്പൊ 5 കിലോ മേടിച്ചിട്ട് അതോടെ ഇട്ടുള്ളൂ. അതൊക്കെ ഇങ്ങോട്ടൊന്ന് ഇവിടെ എടി അങ്ങോട്ട് നോക്ക് കുഞ്ഞപ്പിലെ. പിന്നെ ഇത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അവരെത്രത്തോളം സ്ട്രെയിൻ എടുത്താന്നറിയോ ഒരു ജോലി ചെയ്യുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറച്ച് ടീമുണ്ട്, അവരോരോ ഷിഫ്റ്റ് അനുസരിച്ചാണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം കൊള്ളാം. ഞാൻ ചേച്ചി ലവ് ഇട്ടിരിക്കുകയാണ്. വരുന്നതെന്ന് പറയുമ്പോൾ ഫുള്ളും ഷോപ്പിംഗ് ഷോപ്സാണ്. ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ടോയ്സ് കണ്ടുകൊണ്ട് പപ്പ ആദ്യം ആളവിടെ നിർത്താൻ പോയി. പിന്നെ ഞാൻ പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞു. എടുത്തപ്പോഴേക്കും ആൾ നല്ല കരച്ചിലായി. കാരണം വീട്ടിൽ ഒരുപാട് ടോയ്സ് ഉണ്ട്. അവളൊന്നും കളിക്കാറില്ല. അവൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന എന്താ പറയുക, ക്രീമിൻ്റെ ബോട്ടിൽ, ചെറിയ ചെറിയ പേപ്പേഴ്സ്, ബുക്ക്, അതൊക്കെ മതി. അങ്ങനെ കുറച്ച് നടന്നപ്പോഴേക്കും ആടെ കരച്ചിൽ മാറി. അതിനുശേഷം പിക്കിൾസിൻ്റെ ഒരു ഷോപ്പായിരുന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു ഗൈസ് ആ വഴി പോയപ്പോൾ. പക്ഷേ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ പിക്കിൾസ് ഉണ്ടായിരുന്നുകൊണ്ട് അയ്യോ ഇപ്പോഴെൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു ഇത് പറഞ്ഞപ്പോൾ. നല്ല സ്മെല്ലുണ്ടായിരുന്നു. പക്ഷേ പപ്പ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ആ റൂട്ട് പോയതേ ഇല്ല. പിന്നെ ഓരോരോ ഷോപ്പ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടപ്പുണ്ട്. കാരണം ഇത് റെൻറ്റിന് കൊടുക്കുന്നതാണല്ലോ. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ റെൻറ്റിന് ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സെയിലായിരിക്കും കിട്ടുന്നത്. പിന്നെ പറയേണ്ടത് ഫോണിൻ്റെ കവറ്, പിന്നെ ബാഗ്. ബാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ബാഗിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മമ്മി പറയുമായിരുന്നു കാശ്മീർ
അവർ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബാഗ്സൊക്കെ ഇവിടെ ഉണ്ടെന്ന്. പിന്നെ നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെയുള്ള ഷോപ്സ് എല്ലായിടത്തെയും പോലെ. പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല, കാരണം എപ്പോഴും എല്ലാം നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കാണുകയാണ് ചെയ്തത്. സമയം ഒരുപാടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുകയാണ് ചെയ്തത്. പിന്നെ പൊട്ടിൻ്റെ തന്നെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കുഞ്ഞു പൊട്ട് വെക്കുന്നതുകൊണ്ട് പൊട്ടിനോടൊന്നും വലിയ താല്പര്യമില്ല. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഷോപ്സ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുക. പിന്നെ പറയാനാണെങ്കിൽ മറ്റേ ചെറിയ ചെറിയ മിഠായില്ലേ, നമ്മുടെ ഓരോരോ ഫ്ലേവറിൻ്റെ, അത് കുറേ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയില്ല. പിന്നെ കണ്ടത് ബെഡ്ഷീറ്റ് ഷോപ്പാണ്. നമ്മൾ സാധാരണ വലിയ വലിയ ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബെഡ്ഷീറ്റ് പോലെ അല്ലായിരുന്നു. ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആയിരുന്നു. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ടല്ല, ഇവർ നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് മുറിച്ച് തരുക ചെയ്യുന്നത്. കൂടാതെ ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടതെന്ന് പറയുമ്പോൾ പെർഫ്യൂം ചെറിയ ചെറിയ ബോട്ടിൽ നമുക്ക് ആക്കിത്തരും. നമ്മളിഷ്ടമുള്ള ഫ്ലേവർ പറയുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്തു തരുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കാണുന്ന പോലെ ഇടകെട്ടുന്ന കമ്പി, ഗ്യാസ് സിലിണ്ടർ വെക്കുന്ന ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന ചെറിയ ചെറിയ ട്രോളി പോലത്തെ സംഭവം, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം, വെറൈറ്റി പപ്പടം, വെജിറ്റബിൾ പപ്പടം, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സിൻ്റെ പപ്പടത്തിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. പിന്നെ ടേസ്റ്റ് ചെയ്യാനും തന്നു കേട്ടോ അവർ. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക ഷോപ്പുകളും അടയ്ക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. ചെരുപ്പിൻ്റെ ഷോപ്പിലൊന്നും ആരുമില്ല, ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. മിക്ക ഷോപ്പിലും അതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ചിലരൊക്കെ ഇങ്ങനെ ഓരോരുത്തരെയും ക്യാൻവാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരം പെൻസിൽ, പേന, അതിൻ്റെയൊക്കെ ഒരു ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ഹൽവയുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ബ്ലാക്ക് ഹൽവ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഞങ്ങൾ വാങ്ങിയായിരുന്നു. എപ്പിസോഡിൽ തന്നെ ഒരുപാട് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത്, ഡ്രസ്സൊക്കെ ആയാലും ഒരുപാടുണ്ടായിരുന്നു. വേണ്ട, ഡ്രസ് മെറ്റീരിയൽസിൻ്റെ അവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിച്ച് ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാനൊന്നും എടുത്തില്ലായിരുന്നു. ജീൻസിൻ്റെയൊക്കെയും ടോപ്പിൻ്റെയൊക്കെ ആയാലും ഒരുപാട് കളക്ഷൻസും റെഡിമെയ്ഡ്സ് ആയാലും മെറ്റീരിയൽസ് ആയാലും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഫർണിച്ചർ ഷോപ്പായിരുന്നു. ആ സ്പോട്ടിൽ നമ്മൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്താൽ മാത്രം മതി, അത് അവർ സെറ്റ് ചെയ്ത് തരും. അതിലെനിക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ പല പല വെറൈറ്റി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇൻറ്റീരിയർ വർക്ക്സിൻ്റെ സെക്ഷനായിരുന്നു. അതിൽ മിററൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവർ ആ ടൈമിൽ റേറ്റ് 25,000 ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. സ്ട്രീറ്റ് ഫുഡിൻ്റെയൊക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു. പാനിപ്പൂരി, ബേൽപൂരി, അതുപോലെ ഒരുപാട് ഷോപ്സും പിന്നെ ബജിക്കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മലബാർ തട്ടുകടയിൽ നിന്നാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഇതുവരെ തമിഴരാണോ എന്നറിയില്ല, എന്തായാലും ഫുഡ് വളരെ മോശമായിരുന്നു ഗൈസ്. ആരെങ്കിലും എക്സ്പോയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ക്ഷീണിച്ച് തളർന്ന് ദയവ് ചെയ്ത് അവിടെ പോയി ഫുഡ് കഴിക്കാതിരിക്കുക. നിങ്ങൾ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നോക്കുക. നല്ല ബോർ ഫുഡായിരുന്നു ഗൈസ്. അതുവരെ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഭയങ്കര ഷോക്കായിപ്പോയി, അത്രയ്ക്കും ബോറായിരുന്നു ഗൈസ് ഫുഡ്. എല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ വെളുപ്പിനെ 1 മണി കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയും ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ.